അന്റുമ്മ എനക്കെന്റെ സർവവും പോയേ. നമ്മുടെ മുല്ലയ്ക്ക് എന്ത് പറ്റിയെന്നാ തോന്നുന്നത്? മൂപ്പരല്ലാതെ ഇങ്ങനെ കഴിയില്ല. എന്താ മുല്ല, എന്ത് പറ്റി? എന്റെ പൊണ്ണു കഴുതിയെ കാണാതായി ചങ്ങാതിമാരെ. ഒരു വാക്ക് പോലും പറയാതെ അതെന്നെ വിട്ടുപോയി. ആദ്യ ഭാര്യ മരിച്ചപ്പോൾ പോലും മുല്ല എങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടില്ലല്ലോ. ഭാര്യയേക്കാൾ വലുതാണോ ഒരു കഴുത? അന്ന് മരിച്ച ഭാര്യക്ക് പകരം വേറൊരു ഭാര്യയെ കണ്ടെത്താമെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാ ഇപ്പൊ കാണാതെ കഴുതയ്ക്ക് പകരം വേറൊരു കഴുതയെ വാങ്ങിത്തരാമെന്ന് ആരും പറയുന്നില്ല. ഓ, എന്തൊരു ദൂഷിച്ച് നാറിയ വ്യവസ്ഥ. ഒന്നിറങ്ങൂ, ആ കൊമ്പ് ഒടിഞ്ഞു വീഴും. അയ്യോ അന്റുമ്മ. ചങ്ങാതി, ഇങ്ങളൊരു പ്രവാചകനാണ്. നിങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ കൊമ്പൊടിഞ്ഞു വീണല്ലോ. ഇനി എന്റെ മരണസമയവും കൂടി പറ. ഞാൻ പടച്ചോന്ന് ഓർത്ത് പശ്ചാത്താപം നേരട്ടെ. നിങ്ങൾ എപ്പോഴേ മരിച്ചു മുല്ല. എന്നാലും നമ്മുടെ മുല്ല ഇത്രയും പെട്ടെന്ന് ഈ ദുനിയാവ് വിട്ടു പോകുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും വയസ്സൊക്കെ ആയില്ലേ മനുഷ്യ. ഇടതു വഴിയാ നല്ലത്. ഈ ദുനിയാവ് വിട്ടു പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വലതു വഴിയാണോ നല്ലത്? നിങ്ങളോടല്ലേ പറഞ്ഞത് ഇടതു വഴിയാ നല്ലതെന്ന്. വലതു വഴിയാ. മനുഷ്യൻ മരിച്ചാലെങ്കിലും ഒന്ന് സ്വൈര്യം തരുമോ? ജീവിച്ചിരുന്നപ്പോ വലതു വഴിയിലൂടെയാ നമ്മൾ ശ്മശാനത്തിൽ പോയത്. ഇപ്പോഴും അതാ ഞമ്മക്കിഷ്ടം.